ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് വേണ്ടി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് പാർട്ട് 2 ആണ്. നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കണ്ടേക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ പണി അണ്ടർഗ്രൗണ്ട് പണിയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് ലേഖടിപ്പിക്കുന്ന നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ടാക്സ് വേണമല്ലോ, ഒന്ന് പോരാ, ഒരു 2.5 വേണം. എന്നാലേ അടുത്തൊരു പണി ജസ്റ്റ് ഒരു 2-3 പണിയൊക്കെ നടക്കുള്ളൂ. എന്നിട്ട് ജസ്റ്റ് കുറച്ച് സ്റ്റിക്ക് ഉണ്ട്. ഫുഡ് ഇതാക്കിയിട്ടില്ല. ഫുഡ് ആക്കിയാണ് സ്റ്റിക്കൊക്കെ ഉണ്ട്. കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് സ്റ്റിക്ക് കുറച്ച് ഉണ്ടാക്കി. ഇനി അടുത്തത് പിക്കാക്സ്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പണി ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇത്രയാണ് കുഴിക്കുന്നത്, 1 2 3 കറക്റ്റാണ് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു 9 അടി, ഇവിടുന്ന് അങ്ങോട്ടൊരു 9 അടി, പിന്നെ അങ്ങോട്ടൊരു 9, പിന്നെ അങ്ങോട്ടൊരു 9, അങ്ങനെ ഒരു ഇതാക്കാം. ഒരു ഫസ്റ്റത്തെ ഒരു വീട് നമുക്ക് ഇങ്ങനെ ഒപ്പിച്ചാണ്. ഓക്കെ, നമ്മളെന്തായാലും പണി ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കാം. ഫൈനൽ ബ്ലോഗും കഴിച്ച് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ടോർച്ചും ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഏണിങ് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ രാത്രി ആയിട്ടില്ല. ഓക്കെ, നമ്മളെ ഇത് അണ്ടർഗ്രൗണ്ട് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നമ്മളെ റൂമാണ്. അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളെ എല്ലാ പരിപാടികളും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇത് ഉണ്ടാക്കി. നമുക്ക് ഇനി അടിയിലൊരു ബെഡ് വേണം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ അടിയിൽ ചാടാൻ നമ്മളൊരു ബ്ലാക്ക് ബെഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ രാവിലെയൊക്കെ മൈൻഡ് ചെയ്യാനല്ല, ഫുഡ് ഇതാക്കാൻ പോയപ്പോൾ ബ്ലാക്ക് ഷീപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിന് കൊന്നപ്പോൾ കുറച്ച് ബ്ലാക്ക് വൂൾ കിട്ടി. അത് പക്ഷേ ഒരു ഇതുണ്ടാക്കി. ഓക്കെ, നമുക്ക് ഇവിടെ റെസ്പോൺ രാത്രിയായില്ലേ, ഒന്ന് കിടന്ന് നോക്കാം. ഓക്കെ, എന്തായാലും കടന്നിട്ടുണ്ട്. നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് എല്ലാ സാധനത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാം. അതാണ് ഒരു ബുദ്ധി കേസ്, അതാണ് ഒരു ബുദ്ധി, മനസ്സിലായോ? അതെന്തായാലും നമ്മൾ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ആക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ചെസ്റ്റും ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിക്കാനായിട്ട് ആക്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ എല്ലാ പരിപാടികളും എല്ലാവരും ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈനിങ് ഏരിയ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അത് ഈ എപ്പിസോഡിലല്ല, നെക്സ്റ്റ് എപ്പിസോഡിലാണ്. ഓക്കെ, നമ്മളെ ഇൻവെൻട്രിത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ആക്കിയിട്ടുണ്ട്. 2 സ്റ്റാക്കും പിന്നെ 61 ഈ ഇതാ കിട്ടിയിട്ടുള്ളത്, അതായത് കോബിൾ സ്റ്റോൺ അത്രയും കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫുഡ് ഒപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു ട്രീ നടണം. അതിനായിട്ടുള്ളൊക്കെ സെറ്റപ്പ് നടത്താനായിട്ട് ഞാൻ അവിടെ തന്നെ ഒരു ഷീപ്പുണ്ട്, അതിനോട് തട്ടിയേക്കാം ആദ്യം തന്നെ. എന്നാ പറ്റുമോ? ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ അതല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കറേഷനും വേണ്ടി മരങ്ങളൊക്കെ വെട്ടുണ്ട്. അത് ഈ എപ്പിസോഡിലല്ല, അടുത്തൊരു എപ്പിസോഡിലാണ് ഗൈസ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ നമ്മൾ ഈ കുറച്ച് ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ മേന്നാണ്. അതിന് താഴെ തന്നെ ഒരു ഫാർമിങ് ആളൊക്കെ ഉണ്ടാക്കണം. എല്ലാ സംഭവവും, ഈ വേർഡിലുള്ള എല്ലാ സംഭവങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ ഉണ്ടാക്കണം. എന്നാലേ ഒരു ഫസ്റ്റ് സീസണിൽ തന്നെ ഇത്രയും സെറ്റപ്പൊക്കെ ആക്കിയാലേ അടുത്തൊരു സീസണിൽ ഇതിലേറെ സെറ്റപ്പൊക്കെ നമ്മൾ തലച്ചോറിൽ വരുള്ളൂ. ഓക്കെ, അതിനായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഓക്കെ, നമ്മളെന്തായാലും ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ടും ബീഫാണ് എടുക്കുന്നത്, പശുക്കളാണ് കൊല്ലുന്നത്. അതുകൊണ്ട് വന്നാലേ 2 3 കിട്ടുള്ളൂ. കണ്ടോ, 2 3 ഒരു 10 ആയിട്ട് പോയത്. എന്തായാലും നമ്മളെ വീട്ടിലോട്ട് ഞങ്ങൾക്ക് പോകാം. അവിടെ ഇത്തിരി പരിപാടി കൂടി ഉണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളെ ഒരു സംഭവം കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ വീട് എവിടെ? ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് എവിടെയാണ് എനിക്കൊരു അബദ്ധം പറ്റാറുണ്ട് കേസ്. അതൊന്നുമല്ല, ഞാൻ എപ്പോൾ വെളിയിലിറങ്ങിയാലും എനിക്ക് എൻ്റെ വീട് എവിടെയാണ് മനസ്സിലാവില്ല. അതാണ് എൻ്റെ ഒരു അബദ്ധം. എന്തായാലും ഒരു അടയാളം ഇട്ട് വെക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാട്ടണമല്ലോ, അതിനായിട്ട്. പക്ഷെ ഇത് ഇറങ്ങാത്ത അബദ്ധമായോ? ഓക്കെ, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ക്രാഫ്റ്റ് ടേബിൾ. ഓക്കെ, നമ്മൾ വുഡ് എടുക്കാൻ മറന്നുപോയി. വുഡ് വുഡ് എടുക്കണം. വുഡ് നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം, നമുക്ക് ഇത് കഴിക്കാം. ഓക്കെ, നമുക്കിത് കഴിച്ചിട്ട് റെഡിയാക്കാം.
ഓക്കെ നമുക്ക് വുഡ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടല്ലോ. ഈ വുഡ് വെച്ച് ഒരു ജനാല കാണിച്ച് തരാം. ഈ ഒരു സാധനം ഇത് 2 കിട്ടും, പക്ഷെ നമുക്ക് 1 മതി. ഇല്ല കുഴപ്പമില്ല, ഇരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. ഓക്കെ നമുക്ക് ഈ ഒരു സംഭവമല്ലേ, ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ വെക്കാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ താഴത്തോട്ട് പോയിട്ട് വീണ്ടും ഒരു സാധനം ഉണ്ടാക്കണം. വേറൊന്നുമല്ല, ഈ ഒരു സാധനം ഉണ്ടാക്കണം. ഇതൊന്ന് കിട്ടുള്ളൂ. ഓക്കെ നമുക്ക് ഇതെടുത്തിട്ട് രണ്ട് വർക്കായി അല്ലെങ്കിൽ വർക്കായില്ല. ഓക്കെ നമുക്കിത് എന്തായാലും താത്താം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചാൽ വർക്കായി. അത്ര നേരം ഇങ്ങനെ വെക്കാം. ചെറിയൊരു ബഗ്ഗുണ്ട്, കുഴപ്പമില്ല. എനിക്കൊരു ഓട്ടോമാറ്റിക്കൽ സെറ്റപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് ഈ ഒരു മേലെ ഭാഗം ഇതിപ്പോൾ ചാടാൻ പറ്റില്ല, ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട്. നെക്സ്റ്റ് എപ്പിസോഡിൽ അത് ഉണ്ടാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടൊരു മൈനിങ് ഏരിയയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഡേർട്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രീ ഫാർമിങ് ആൾക്ക് സെറ്റ് ചെയ്യാം. ഡേർട്ടല്ലേ, അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതിലെല്ലാവരും കിടുക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വരും. ബൈ ബൈ.